ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായവും ഗോതമ്പൊടി വെച്ചുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അതിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാനൊരു 3 പായം നേന്ത്രപ്പായ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നിട്ട് വരുമ്പോൾ അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങയാണ് കേട്ടോ. ഞങ്ങൾ ഒരു മുറി തേങ്ങ ചിരകിയതും കൂടെ ഒന്നിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പായവും തേങ്ങ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നല്ല പോലെ തന്നെ വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതി തന്നെ ഒന്ന് ഉടച്ചിട്ട് എടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫില്ലിങ് ഉണ്ടാവേണ്ടത്. ഇനി ഇതൊരു സൈഡിലോട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട മാവൊന്ന് കുഴച്ചിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലൂടെ 1 കപ്പ് ഗോതമ്പൊടി ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഉപ്പും ഗോതമ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുമ്പോൾ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം. നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇത് 2 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 ബോൾസ് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഞാൻ ഈ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണ്ടത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂല ആ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഈ ചപ്പാത്തിയുടെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ബാക്കി ഭാഗം ഈ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ രീതിയിൽ ഞാനിതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. കുറച്ച് സമയം കൊണ്ട് ഇത് ഫ്രൈ ആവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പഴവും ഗോതമ്പൊടി വെച്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാകുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.